അമേരിക്കയുടെ ഒറ്റ സുഹൃത്തായിട്ടും എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ലെന്ന് പറയേണ്ടി വരും. ട്രംപിന്റെ പുതിയ തീരുമാനം അതാണ് ലോകത്തിന് കാണിച്ചു തരുന്നത്. കാനഡയ്ക്കും യൂറോപ്പിനും പിന്നാലെ ഇപ്പോൾ ഏഷ്യയിലെ തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ദക്ഷിണ കൊറിയയ്ക്കും 8ന്റെ പണി നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ വ്യാപാര കരാർ പാലിച്ചില്ല എന്നാരോപിച്ച് ദക്ഷിണ കൊറിയൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ വൻ തീരുവ വർധനവാണ് US പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള കാറുകൾ, തടി, മരുന്നുകൾ തുടങ്ങിയ നിർണായകമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ 15% നിന്ന് 25% ഒറ്റയടിക്ക് ഉയർത്തിയിരിക്കുകയാണ്. എന്താണ് ഇതിന് പെട്ടെന്നുള്ളൊരു പ്രകോപനം? അമേരിക്കയുമായി ഉണ്ടാക്കിയ വ്യാപാര കരാറുകൾക്ക് അംഗീകാരം നൽകാൻ ദക്ഷിണ കൊറിയയുടെ പാർലമെന്റായ നാഷണൽ അസംബ്ലി ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ദക്ഷിണ കൊറിയൻ നിയമസഭാ കരാർ പാലിക്കുന്നില്ല, അതുകൊണ്ട് പ്രത്യേക പദവികൾ എടുത്തു മാറ്റി നികുതി കൂട്ടുന്നു എന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. ഇവിടെ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇത്ര വലിയൊരു സാമ്പത്തിക തീരുമാനം എടുത്തിട്ടും അമേരിക്ക ഇത് ഔദ്യോഗികമായി ദക്ഷിണ കൊറിയയെ അറിയിച്ചിട്ടില്ല. ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടാണ് ദക്ഷിണ കൊറിയൻ ഭരണകൂടം പോലും ഞെട്ടിയത്. സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ദക്ഷിണ കൊറിയൻ വ്യവസായ മന്ത്രി കിം ജുങ് ക്വാൻ അടിയന്തരമായി അമേരിക്കയിലേക്ക് തിരിക്കുകയാണ്. ഈ വാർത്ത കേട്ട ഉടനെ തന്നെ അദ്ദേഹം അമേരിക്കയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. അമേരിക്കൻ കപ്പൽശാലകൾ നവീകരിക്കുന്നതടക്കം $350 ബില്യൺ നിക്ഷേപം ദക്ഷിണ കൊറിയ അമേരിക്കയിൽ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ജോർജിയയിലെ ഹ്യുണ്ടായി നിർമ്മാണ കേന്ദ്രത്തിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡും അറസ്റ്റും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു തീരുവ വർധനവ് കൂടി വന്നിരിക്കുന്നത്. ഇത് ദക്ഷിണ കൊറിയയുടെ മാത്രം പ്രശ്നമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ട്രംപിന്റെ തീരുവ യുദ്ധം എല്ലാവർക്കും അറിയാം, അതൊരു തുടർക്കഥയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് കാനഡയോട് ട്രംപ് ഭീഷണി മുഴക്കിയത്. ചൈനയുമായി അടുക്കാൻ ശ്രമിച്ചാൽ കാനഡയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 100% തീരുവ ചുമത്തുമെന്നായിരുന്നു ആ ഭീഷണി. ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരെയും സമാനമായിട്ടുള്ള നീക്കങ്ങൾക്ക് ട്രംപ് ശ്രമിച്ചിരുന്നു, അത് നടത്തുന്നുമുണ്ട്. ചുരുക്കത്തിൽ തന്റെ താളത്തിന് തുള്ളാത്തവർ ആരായാലും അവർക്കെതിരെ തീരുവ എന്ന ഒരു വജ്രായുധം ട്രംപ് നിർദാക്ഷിണ്യം പ്രയോഗിക്കുകയാണ്. സഖ്യകക്ഷിയാണോ ശത്രുവാണോ എന്നൊന്നും ട്രംപ് നോക്കുന്നില്ല. ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു താന്തോന്നിയായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റിനെ ലോകം കാണുന്നത്. ട്രംപിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ആര് നിന്നാലും തിരിച്ചടി ഉറപ്പാണ്. ദക്ഷിണ കൊറിയയുടെ അനുഭവം മറ്റ് ലോകരാജ്യങ്ങൾക്ക് നൽകുന്ന പാഠവും അതുതന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.